ത്തിൽ ഇന്ന് പോളിംഗ് ബൂത്തുകളെല്ലാം കനത്ത സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് അതുല്യ നൽകിയത്. ഡൽഹിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ച ആം ആദ്മി പാർട്ടി. ഡൽഹിയിൽ നിയുക്ത മുഖ്യമന്ത്രി അതിഷിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ ഈ ആഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രിസഭാ വിപുലീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആം ആദ്മി പാർട്ടി നേതൃയോഗം ഇന്ന് ചേരും. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സാധ്യതയുണ്ട്. ഈ മാസം 26, 27 തീയതികളിൽ നിയമസഭാ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജനപ്രിയ പദ്ധതികളും പക്വമായ പെരുമാറ്റം കൊണ്ട് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ നേതാവാണ് ഇപ്പോൾ ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന അതിഷി മൽഹർ. ഡൽഹി നിർണായക തെരഞ്ഞെടുപ്പ് വിജയത്തിന് നിർണായക പങ്കുവഹിച്ച ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രിക തയ്യാറാക്കിയ മൂന്ന് പേരിൽ ഒരാളാണ് അതിഷി. അരവിന്ദ് കെജ്രിവാളിന്റെ രാജിക്ക് പിന്നാലെ അതിഷിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ കാരണങ്ങളേറെ ഉണ്ടായിരുന്നു. എന്നാൽ സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും ശേഷം ഡൽഹിയെ നയിക്കാൻ മറ്റൊരു വനിതയെ ആം ആദ്മി പാർട്ടി മുന്നിൽ നിർത്തുമ്പോൾ വരാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പും അതിലേക്കുള്ള സ്മൃതി ഇറാനിയുടെ വരവും കെജ്രിവാൾ മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മനീഷ് സിസോദിയും സത്യേന്ദ്രൻ ജെയിനും മദ്യനയ അഴിമതി കേസിൽ ജയിലിലായതോടെയാണ് അതിഷി മന്ത്രിസഭയിലെത്തുന്നത്. നിലവിൽ വിദ്യാഭ്യാസം, ധനകാര്യം, റവന്യൂ, നിയമമടക്കം ഏറ്റവും അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അതിഷി. 2013 മുതൽ കെജ്രിവാളിനൊപ്പം അതിഷി ഉണ്ടായിരുന്നു. എന്നാൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളും മനീഷ് സിസോദിയും സത്യേന്ദ്രൻ ജെയിനും ജയിലിലായപ്പോഴാണ് ഒരു നേതാവെന്ന നിലയിലേക്ക് അതിഷി എത്തുന്നത്. സ്വാതി മലവാൾ വിഷയത്തിലും അഴിമതി കേസിന്റെ പ്രതിസന്ധിയിലും ഡൽഹി ഭരണത്തിന്റെ നെടുംതൂണായി അതിഷി സധൈര്യം നിന്നു. കെജ്രിവാൾ രാജിവെക്കുമെന്ന അഭ്യൂഹം ഉയർന്നപ്പോഴൊക്കെ പകരം വന്ന പേര് അതിഷിയുടേതായിരുന്നു. ഇടവേള. നന്ദിയിലെ